ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആഴം ധ്യാനിക്കാം. അപ്പോസ്തലന്മാർ യേശുവിനോടൊപ്പം യാത്ര തുടർന്നവരാണ്. ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ കണ്ണുകൊണ്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തവരാണ്. എന്നിട്ടും ജീവിതത്തിൽ അതിൻ്റെ ആഴമായ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതിൻ്റെ നൊമ്പരമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാരെ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നു. നിങ്ങൾ ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ, നിങ്ങൾ ജാഗ്രത ഉള്ളവരായിരിക്കുവിൻ, കരുതലുള്ളവരായിരിക്കുവിൻ എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അവർ ചിന്തിക്കുന്നത് അപ്പമില്ലാത്തത് കൊണ്ടാണ് ക്രിസ്തു പുളിമാവിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ്. യേശു ഏറ്റവും ലളിതമായി പഠിപ്പിച്ച കാര്യങ്ങൾ പോലും ശരിയായി അപ്പോസ്തലന്മാർ ഉൾക്കൊള്ളുന്നില്ല എന്നതിൻ്റെ അടയാളം കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. സത്യത്തിൽ അവിശ്വാസം രൂപപ്പെടുന്നത് ദൈവം നൽകിയ കൃപകളെയും അനുഗ്രഹങ്ങളെയും നാം മറന്നു ജീവിക്കുമ്പോഴാണ്. ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ ഒരു സങ്കടമോ ദുഃഖമോ വേദനയോ രോഗമോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ ആ നിമിഷം വരെ ദൈവം നമ്മിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ നമ്മൾ തമസ്കരിക്കുന്നു. അത് പാപമാണ്. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സ്വീകരിച്ച നമ്മൾ ജീവിതത്തിൽ നഷ്ടങ്ങളോ വേദനകളോ ഉണ്ടാകുമ്പോൾ ആ ദൈവത്തെ നിഷേധിക്കുന്നതോ വിശ്വാസരാഹിത്യത്തോടുകൂടി ജീവിക്കുന്നതോ അത് ദൈവത്തിന് മുമ്പിൽ തിന്മയാണെന്ന് ഓർക്കുക. യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർ അപ്രകാരമുള്ളൊരു അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോവുക. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചവർ അവൻ്റെ ശക്തിയും ബലവും തിരിച്ചറിഞ്ഞിട്ട് പോലും ക്രിസ്തു പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത് വേദനാജനകമായ അനുഭവമാണ്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ട്, പരീക്ഷണങ്ങൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷണങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. അതെ, പ്രതിസന്ധികൾ ഉണ്ടാവുക തന്നെ വേണം. എന്നാൽ എല്ലാ പ്രതിസന്ധികളും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ജീവൻ്റെ കിരീടത്തെ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങളായി കാണാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം പാപം ചെയ്യുവാൻ ആർക്കും അനുവാദം നൽകുന്നില്ല. എന്നാൽ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയോ പ്രലോഭനമുണ്ടായാൽ അത് അതിജീവിക്കുവാനുള്ള ബലം അവന് നൽകിയിട്ടുണ്ട്. ആ സഹനശക്തിയിൽ നിന്നുകൊണ്ടാണ് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ സ്വന്തമായി നിൽക്കുവാൻ നമുക്ക് കൃപയുണ്ടാവുക. ഈ വിശുദ്ധ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലും അവിശ്വസിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. അങ്ങനെ ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വന്തമാക്കുവാൻ, അവൻ നൽകുന്ന കൃപയുടെ ബലം സ്വീകരിക്കുവാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.